നിങ്ങളിപ്പോൾ ശ്വാസം എടുക്കല്ലേ, നിങ്ങൾ ആ ശ്വാസം എടുക്കുന്നത് ഒന്ന് കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്ത് നോക്കി. അതായത് ഓരോ വട്ടം ഇൻഹേൽ ചെയ്യണതും എക്സേൽ ചെയ്യണതും ഒന്ന് കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങൾ എത്രത്തോളം കോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്യണോ അത്രത്തോളം നിങ്ങൾക്ക് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പോയിരുന്നൊരു കാര്യം ഇപ്പോൾ മാനുവൽ മോഡിലേക്ക് മാറി. ഇത് നമുക്ക് സെൻറ്റിപ്പീഡ് ഡിലേമ അല്ലെങ്കിൽ സെൻറ്റിപ്പീഡ് എഫക്റ്റ് എന്നൊക്കെ വിളിക്കാം. ഇതിൻ്റെ പേര് വന്ന രസകരമായ ഒരു കഥയാണ്. അതിലൊരു പോയമുണ്ട്. ആ പോയത്തിൽ ഒരു പഴുതാര ഇങ്ങനെ നടന്നു പോകുമായിരുന്നു. ആ പഴുതാരയുടെ അടുത്ത് ഒരു തവള ചോദിച്ചു, നിൻ്റെ ഏത് കാലാണ് ആദ്യം മൂവ് ചെയ്യണത്? പഴുതാരയ്ക്ക് ഒരുപാട് കാലുകളുണ്ട് നമുക്കറിയാലോ. പഴുതാര ഇതിനെപ്പറ്റി കോൺഷ്യസ് ആയിട്ട് ചിന്തിച്ചപ്പോൾ പഴുതാരയ്ക്ക് നടക്കാൻ പറ്റാണ്ട്. നമ്മുടെ ലൈഫിൽ ഇപ്പോൾ നമ്മൾ ശ്വാസം എടുക്കണമെന്നാണെങ്കിലും ചില സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് പാടുമ്പോൾ ഒരു സ്റ്റേജിൽ നിന്ന് സംസാരിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോഴൊക്കെ നമ്മൾ വളരെ അൺകോൺഷ്യസ് ആയിട്ട് ഓട്ടോ പൈലറ്റ് മോഡിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. പക്ഷേ നമ്മളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടും വളരെ റൂട്ടഡായിട്ട് നമ്മൾ അതായത് ഗ്രാസ് റൂട്ട് ലെവലിൽ നമ്മൾ തിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ആ പ്രോസസ്സ് തന്നെ സ്റ്റോപ്പ് ആവും. ഇത് തന്നെ നമ്മളിപ്പോൾ ഒരു സ്ഥലത്ത് വർക്ക് ചെയ്യുകയാണെങ്കിൽ ചില കാര്യങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്മൂത്തായിട്ട് പോകുന്നുണ്ടാവും. നമ്മളത് മൈക്രോ മാനേജ്മെൻറ്റ് ചെയ്യാൻ നിന്നാൽ ആ പ്രോസസ്സ് അവിടെ ഡിസ്റപ്റ്റ് ആവും. ചിലപ്പോൾ ആ പ്രോസസ്സ് തന്നെ സ്റ്റോപ്പായെന്ന് വരും. ഇൻട്രസ്റ്റിംഗ് അല്ലേ?